ലൈഫ് പദ്ധതിയെ നേട്ടത്തിലേക്ക് നയിക്കുന്ന പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായെന്ന് മന്ത്രി എം.ബി. രാജേഷ്. എത്തനോൾ നിർമ്മിക്കാൻ ആവശ്യമായ ഗവേഷണത്തിന് 10 കോടി അനുവദിച്ചത് കേരളത്തിന്റെ ഭാവി വികസനത്തിലേക്കുള്ള ദീർഘവീക്ഷണമായാണ്. 1800 കോടി രൂപയുടെ ചെലവ് വർദ്ധിച്ചു. കേന്ദ്ര അവഗണന ഉണ്ടായിട്ടും കേരളം അതിജീവിച്ചു എന്നും എം.ബി. രാജേഷ് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിക്ക് 1160 കോടി രൂപ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിഹിതമാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് ചരിത്ര നേട്ടം കൈവരിക്കാൻ സഹായിക്കുന്ന വർധനവാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബജറ്റിലൂടെ നൽകിയിട്ടുള്ളത്. ഭാവിയുടെ സാധ്യത കണക്കിലെടുക്കുന്ന ഒരു നിർദ്ദേശമാണ് എത്തനോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഗവേഷണത്തിന് 10 കോടി രൂപ അനുവദിച്ചു എന്നത്. ഈ ബജറ്റ് കേരളത്തിന്റെ ഭാവി വികസനത്തെക്കുറിച്ചുള്ള വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കടുത്ത കേന്ദ്ര അവഗണന എന്ന വാക്കും മതിയാവില്ല. കേന്ദ്രത്തിന്റെ കടുത്ത കടന്നാക്രമണം കേരളത്തിന് നേരെ ഉണ്ടായിട്ട്, സാമ്പത്തിക കടന്നാക്രമണം ഉണ്ടായിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് 1800 കോടി രൂപയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു ബജറ്റാണ്.